ഹായ് ഫ്രണ്ട്സ്, മെമ്പേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അമ്മ എന്നെ കരയിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യുക. കാശാൻ്റെ വീട്ടിൽ നാളെ തിരിച്ചു വരും. അമ്മാവ പളനിക്ക് പോകുന്നുണ്ട്, അപ്പോൾ നമ്മൾ കൂടെ വരുന്നു. എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളിപ്പോൾ എറണാകുളത്തോട്ട് പോകാനും പേടിക്കുട്ടനോടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മാമൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കുറച്ച് നേരത്തിനുള്ളിൽ അവിടെ എത്തും. നമുക്ക് കഴിച്ചിട്ടില്ല, കഴിക്കണം കേട്ടോ. നമ്മളിപ്പോൾ യൂബറിലാണ്. അമ്മാമ്മയുണ്ട്, അമ്മ അവിടെ ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിനി എന്തായാലും അവിടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ എപ്പോഴും മറന്നു പോകും എന്തേലും ഒരു സാധനം എടുക്കാം, പക്ഷെ ഞാൻ ഇന്നും മറന്നില്ല. ഇന്നലെ രാത്രി ചേട്ടനും എൻ്റെ കേടിക്കുട്ടനും പിന്നെ സോജാപ്പിക്കും ജാക്കി മാമനും ഒരു ഇത്രയും പേർക്ക് ഒരു ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കി വെച്ച് അത് അമ്മയുടെ ബാഗ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ബാക്കിൽ അമ്മയുണ്ട്, അമ്മാവുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിനി അകത്ത് ഇറങ്ങാം. അമ്മ ചെരുപ്പോ ഊരിയിടാൻ പോവാണ്. ചെരുപ്പ് ഇവിടെ ഊരിയിടണം, ഊരിയിട്ടേ പറ്റും. ഊരിടാം ഫ്രണ്ട്സ്. നമ്മുടെ കേടിക്കുട്ട് ഉണർന്നിരിക്കുകയെന്നൊക്കെ നമുക്ക് വിചാരിച്ചതാ കളഞ്ഞു പോവാ നാളെ. ചക്കര കിട്ടും. താരാട്ടിക്ക് ഭയങ്കര ഇതാണ്. പൊന്നെ നാക്കൊക്കെ തീറ്റിക്കൊണ്ട് വരും. പൊന്നെ ആകെട്ടി കാണിക്കുന്ന കാഴ്ചയാ. ചേട്ടനുണ്ട്, ചേട്ടനുണ്ട്, ചേട്ടനെത്തി, 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 പൊന്നിന്റെ ചേട്ടനെത്തി. ഏതാറ് ചേട്ടന് നല്ലോണം അറിയാം. ചേട്ടൻ എപ്പോഴും എടുക്കാൻ നടക്കുന്നില്ലേ? എടുക്കാനാണോ പോലെ പോയി? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതേൻ്റെ എവിടെ പോവാണ്? നമ്മൾ ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എനിക്കൊരു ഷൂസ് വാങ്ങിക്കണം, ക്യാൻവാസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഓട്ടോ കയറിയിട്ട് വേണം. ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓട്ടോറിക്ഷ വരുന്നവരെ അവിടെ നിൽക്കാം. നമ്മളിപ്പോൾ വീടിൻ്റെ അകത്താണ്. ഇനി നമ്മൾ പുറത്തോട്ട് പോകണം, ഓട്ടോറിക്ഷ വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓട്ടോറിക്ഷ വരാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എന്തായാലും വേണ്ട ഇവിടെ റോഡിൽ നിൽക്കുകയാണ് കേട്ടോ. ഇവരുടെ ഇത് ഫ്ലാറ്റാണ്. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. ഞാനും അമ്മയും മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. അമ്മാമ്മയില്ല. അമ്മാമ്മ ഉറക്കമാണ്, നല്ല ഉറക്കമാണ്. ഇന്നലെ നേരത്തെ ഫാൻ ഇടാൻ കേട്ട സൗണ്ടാണ്, ഫാൻ ഇടാൻ കേട്ട സൗണ്ടാണ് നിങ്ങൾ കേട്ടത് കേട്ടോ. നമ്മുടെ കേടിന്ന് നമ്മൾ വെറുതെ വിളിക്കുന്നതാണ്. നമ്മുടെ കേദാർനാഥാണത്. നമ്മളെ കേദാന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. കൺഫേം ആയിട്ട് നമ്മൾ കേദാന്ന് ചുമ്മാ വിളിക്കുന്നതാണ്. പക്ഷെ കേടിന്നല്ല കേട്ടോ എന്തായാലും വിളിക്കുന്നത്. അത് നമ്മൾ വെറുതെ വിളിക്കുന്ന കേടിന്ന്. ശരിക്കും കേദാന്നാണ്. നമ്മുടെ ഓട്ടോറിക്ഷ തോന്നുന്നു വരുന്നത്. നമ്മളുടെ ഫ്രണ്ട്സ്, ഞാൻ അങ്ങനെ തമ്മിരിക്കുകയാണ്. നമ്മുടെ ഓട്ടോറിക്ഷ അല്ല വന്നത്. ഓ, നമ്മളെ മാത്രം ഉള്ളൂ കേട്ടോ. ഷോർട്സ് വാങ്ങിക്കാൻ നോക്കണേ.
പോവാണ്. അത് കഴിഞ്ഞതേ നമ്മൾ വീണ്ടും അടുത്ത ഓട്ടോയിൽ കയറി. ഇനി വാഴക്കാലിൽ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു ബാറ്റയുടെ ഷോറൂം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ലാസ്റ്റ് ബാറ്റയുടെ ഷോറൂമിലാണ് നമ്മൾ കയറാനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അവസാനം കറങ്ങി തിരിഞ്ഞ് ബാറ്റ ഷോറൂമിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ അവിടെ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഫൈനലി എടുത്ത ഷൂസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഈ ഷൂസാണ് എടുത്ത് നമ്മളല്ലാതെ ഒരു ചെരുപ്പും കൂടി നോക്കുകയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കുറേ അടങ്ങി തിരിഞ്ഞു ബാഗിൽ, പക്ഷെ ഒന്നും ഇല്ല. നമ്മൾ ഈ ഒരു ചെരുപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി ഒന്നുമില്ല അവിടെ. അതുകൊണ്ട് നമ്മൾ പിന്നെ വിചാരിച്ചു ഇത് പറ്റുമെങ്കിൽ ഇടാമെന്ന്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. എന്താവും അറിയത്തില്ല കേട്ടോ. കാരണം നമ്മൾ വീണ്ടും ഓട്ടോക്കാരെ നേരെ വാഴക്കാലം പോകാൻ കേട്ടോ. ഓക്കെ, നമ്മുടെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എൻ്റെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ചേട്ടനും വന്നു സിനിമയ്ക്കൊക്കെ പോയിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിനി എന്തായാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കാണാം. ഒന്ന് ക്യാമറ ചൂണ്ടിട്ടുണ്ട്. തവള ഡമ്മിയാണ്. വലിക്കാൻ സുഖമുണ്ട്. ഇതിൻ്റെ ഹുക്ക് കൊണ്ട് നല്ല വേനയാണ്. ഫ്രണ്ട്സ് അത് നോക്കിയാൽ റെഡിയായി. സ്ലൈമാ റെഡി ആയിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വേണ്ട റെഡി ആയിട്ടുണ്ട്. ആരുടെയോ? അർസ്ലാൻ ഖുറേഷി. പോയിട്ട് വരാവേ. പോയിട്ട് വരാം. കുറച്ച് ബൈ 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 ബൈ. നമ്മൾ കാശിയും കൂടെ വന്നപ്പോൾ ഹാപ്പി ആയി കേട്ടോ. കാശിയും കൂടെ വന്നപ്പോഴാണ് മിമ്മു ശരിക്കും ഹാപ്പി ആയത്. കാശ് ചേട്ടൻ കൂടെ വരുന്നെന്നുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഇറങ്ങാൻ നേരം പറഞ്ഞു കാശി വെറുതെ നിൽക്കുകയല്ലേ, കൂടെ പോരാൻ പറഞ്ഞു. അങ്ങനെയാണ് കാശിയും കൂടെ വന്നത്. എന്നിട്ട് രണ്ടാളും കൂടി ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. കാരണം ഞങ്ങൾ ഓൾമോസ്റ്റ് ടൈം ആയപ്പോഴാണ് അവിടെ എത്തിയത്. രണ്ടാളും കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ച് നടക്കുമായിരുന്നു. 4ാമത്തെ ഫ്ലോറിലായിരുന്നു നമുക്ക് ശരിക്കും അന്ന് ഷൂട്ട് ഉണ്ടായിരുന്നത്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഒരു ക്രിസ്മസ് പ്രോഗ്രാമായിരുന്നു കേട്ടോ അന്ന്. മിമോസും വേറെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. മിമോസ് എന്തൊക്കെയോ പറയുന്നുണ്ട്. ശരിക്കും ഞാൻ വോയിസൊക്കെ മ്യൂട്ട് ചെയ്തിട്ടും വോയിസ് കൊടുക്കുന്നതാണ്. രണ്ടാളും കൂടി ഞങ്ങളെ കൂട്ടത് അമ്മയുണ്ടായിരുന്നു കേട്ടോ. മിമോസിൻ്റെ അമ്മമ്മ ഉണ്ടായിരുന്നു. എസ്കലേറ്ററിൽ ഇങ്ങനെ കയറി പോകണം, 4 ഫ്ലോറും ലിഫ്റ്റിൽ പോകാമെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ രണ്ടാളും കൂടെ 4 ഫ്ലോർ കയറാൻ എസ്കലേറ്ററാണ് യൂസ് ചെയ്ത്. അമ്മമ്മയുടെ പേടി മാറ്റാൻ വേണ്ടിയിട്ട് എസ്കലേറ്ററിൽ തന്നെ പോകണമെന്ന് പറഞ്ഞിട്ടാണ് രണ്ടാൾ ഈ പണി ഒപ്പിച്ചത്. എന്നിട്ട് മേലെ പോയി നിന്നിട്ട് നോക്കും അമ്മമ്മ കൃത്യമായിട്ട് കയറുന്നുണ്ടോ എന്ന്. അമ്മമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. അത് കഴിഞ്ഞത് 4ാമത്തെ ഫ്ലോറിലെത്തി രണ്ടാളും കൂടി വർത്താനം മറിച്ചിലും വഴക്കും ബഹളമൊക്കെ. രണ്ടും കൂടി ഓരോന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ തെറ്റിച്ച് പറയുന്നതിൻ്റെ അടിപിടിയായിരുന്നു. പിന്നെ കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ ഏകദേശം 4 മണിയായപ്പോൾ അവിടെ എത്തി. പ്രോഗ്രാം സ്റ്റാർട്ടായപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4:45 ആയി. 1-2 പേര് വരാനായിട്ടുണ്ടായിരുന്നു. 4 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല രസകരമായിട്ട് പോയൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇത് കിട്ടിയ സമയത്തിന് രണ്ടാളും കൂടി ഇരുന്ന് കളിക്കാൻ തുടങ്ങി. എല്ലാവരുടെയും ബർത്ത്ഡേറ്റ്സ് ചോദിച്ചിട്ടാണ് കളിക്കാൻ തുടങ്ങിയത്. അപ്പം എൻ്റെ ബർത്ത്ഡേറ്റ് ചോദിച്ചപ്പോൾ അവന് കൺഫ്യൂഷൻ വന്നിട്ട് ബാഗ് എടുത്ത് തപ്പാൻ തുടങ്ങി. ആധാർ കാർഡോ പാൻ കാർഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് പറയാൻ വേണ്ടിയിട്ട് തപ്പിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും മിമ്മോസ് അവിടെ നിന്ന് ക്ലൂ കൊടുത്തു. കൈ വെച്ചിട്ട് 15 എന്നുള്ള ക്ലൂ കൊടുത്തു. അപ്പോഴത്തേക്കും കാശി പറഞ്ഞു. അത് കഴിഞ്ഞതേ ഒരുപാട് റൈഡ്സ് ഉണ്ട് അവിടെ കേട്ടോ. ഓബ്രോൺ മാളിൻ്റെ 4th ഫ്ലോറിലാണ് കിഡ്സിൻ്റെ ഒരു പ്ലേ ഏരിയ വരുന്നത്. ഒരുപാട് റൈഡ്സ് ഉണ്ട്. ആദ്യം കുറച്ച് നേരം രണ്ടാളും കൂടി അവിടെ അടങ്ങിയൊക്കെ ഇരുന്നു. പിന്നെ എല്ലാ റൈഡ്സിലും കയറാൻ തുടങ്ങി. ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ കുറേ നേരം രണ്ടാളും കളിച്ചു. ഞാൻ പുറകിലിരുന്ന് വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴേക്കും മെല്ലെ ഇറങ്ങാനായിട്ടുള്ള പുറപ്പാടായിരുന്നു രണ്ടാളും. പക്ഷേ കുറച്ച് നേരം കൂടി കളിച്ചോളാൻ പറഞ്ഞപ്പോൾ വീണ്ടും രണ്ടാളും കളിക്കാൻ തുടങ്ങി. ഒരുപാട് റൈഡ്സ് ഉണ്ട്. ഇതിലൊക്കെ കയറണം എന്നുള്ള കൺഫ്യൂഷനിൽ രണ്ടും കൂടി കളിയായിരുന്നു. കാശിക്കൊണ്ട് ലഞ്ച് കഴിക്കാതെ വന്നതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മുങ്ങി ഫുഡ് കഴിക്കാനായിട്ട്.
ഞങ്ങളൊരു മോമോസും പിന്നെ ഒരു സ്ട്രോബെറി മൊഗീറ്റോ ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി കഴിച്ചു. മിമോസിനോട് പറഞ്ഞിട്ടാട്ടോ വന്നത്, കാരണം മിമോ അവിടെ വിശന്ന് തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷേ മിമോ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് ഇറങ്ങിയത്. കാശിക്കുട്ടിനെ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പോയതുകൊണ്ട് കാശിക്കുട്ടിന് ലഞ്ച് കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തൽക്കാലം ഒരു സ്നാക്ക് കഴിക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നപ്പോഴത്തേക്കിനും ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ചേട്ടൻ നമുക്കൊരു മേക്ക് എ സീൻ വീഡിയോ എടുത്താലോ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഓക്കെ മേക്ക് എ സീൻ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടനും ഞാനും കൂടി മേക്ക് എ സീൻ ചെയ്യാൻ പോകാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നോക്കി ഞാൻ കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എൻ്റെ മേക്ക് എ സീൻ ചെയ്യാൻ പോകണ്ട. ചേട്ടൻ ചോദിച്ചു നീ മേക്ക് എ സീന് റെഡി അല്ലേന്ന്. അപ്പോൾ ഞാൻ മേക്ക് എ സീന് റെഡിയാന്ന് പറഞ്ഞു. അമ്മയും അമ്മമ്മയൊക്കെ അവിടെ ഗിഫ്റ്റ് സാധനങ്ങളൊക്കെ പിടിച്ചാൽ നിൽപ്പുണ്ട്. മേക്ക് എ സീന് റെഡി അല്ലേന്ന് ചോദിച്ചു. ഞാൻ റെഡിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മേക്ക് എ സീൻ ചെയ്തു കേട്ടോ. മേക്ക് എ സീൻ എന്താണെന്ന് പറയുക, ഒരു ഡാൻസ് പോലെയാണ് ഞാൻ കളിച്ചത്. പക്ഷേ ആൾക്കാരൊക്കെ നടന്ന് പോകണ്ടായിരുന്നു. ആൾക്കാർ ഒരു ചേച്ചി എന്നെ നോക്കിക്കൊണ്ട് പോകണ്ടായിരുന്നു കേട്ടോ. ആ ചേച്ചി വിചാരിക്കും കൊച്ചിനെന്താ വട്ടാണോന്ന്. ഞാൻ പേടിച്ച് പോയിട്ടോ. ഭയങ്കര ഒരു ഇതായിരുന്നേ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു വലിയൊരു ഒബ്രോൺ മോളിൽ വന്നിട്ട് മേക്ക് എ സീനൊക്കെ ചെയ്തത്. വെറുതെ ഒരു കളിക്ക് പറഞ്ഞ ചേട്ടൻ സീരിയസ് ആയി എടുത്തുന്നേ. അപ്പോൾ ഞാൻ പേടിച്ചേ. പിന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ ഇനി ചേട്ടൻ്റെ ഒരാണ്, ചേട്ടൻ എടുത്തോ പറഞ്ഞു. ചേട്ടൻ്റെ അടുത്ത് ഇനി മേക്ക് എ സീൻ എടുക്കാൻ പറഞ്ഞാണ് ടാസ്ക്. ചേട്ടൻ വലുതായിട്ട് ഇതൊന്നും കാണിക്കൂല. ഇങ്ങനെ ഇതൊക്കെ കാണിച്ചിട്ട് ഇപ്പം തിരിച്ചു വരും. അതാണ് ചേട്ടൻ്റെ മേക്ക് എ സീൻ. വലിയ മേക്ക് എ സീനൊന്നുമില്ല. നമ്മൾ പക്ഷെ കഷ്ടപ്പെട്ട് കഴിവെടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ എല്ലാവരും എന്നെ നോക്കിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ചിലരൊക്കെ എന്നെ നോക്കിയിട്ട് പോയി. പക്ഷെ ചിലരൊക്കെ വിചാരിച്ചു എനിക്കെന്താ വട്ടാണെന്ന്. ഞാൻ മുഖമൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ റോഡിൽ കൂടെ പോകുന്ന റോഡിൽ കൂടെ അല്ലേ മാളിൽ കൂടെ പോകുന്ന എല്ലാവരും വിചാരിക്കും ഞാൻ വേണ്ട ഈ പ്രാന്തനെയൊക്കെ പോലെ കാണിക്കുന്നത്. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് ഞാൻ. എനിക്ക് തന്നെ അറിയത്തില്ലെന്നേ ഞാൻ എന്തായി കാണിക്കുന്നതെന്ന്. അടുത്ത ചേട്ടൻ്റെ മേക്ക് എ സീൻ കൊടുത്തു. ചേട്ടൻ്റെ മേക്ക് എ സീൻ ഇതാണ് കഴിഞ്ഞു കേട്ടോ. ചേട്ടൻ ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെയാണ് മേക്ക് എ സീൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മേക്ക് എ സീനൊക്കെ അവസാനിപ്പിച്ച് നടന്നു പോവുമായിരുന്നു. നമ്മൾ നേരെ എന്തായാലും ഇനി യൂബറിൽ കയറാൻ പോവാണേ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വേണ്ട ഇത് ഗിഫ്റ്റ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവാണേ. അമ്മ ഫോൺ വിളിച്ചോ. ചേട്ടൻ ഞാൻ പറയുന്നു ടോയ്, പാവം. ഞാൻ പറയുന്നു ബന്ധിച്ചുണ്ട്. എന്തെങ്കിലും ഇടയ്ക്ക് സംസാരിക്കും. ആ ഡോർ അടച്ചിരുന്നു. എൻ്റെ ഹെൽപ്പ് വല്ലതും വേണോ? ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഒരു ഗിഫ്റ്റ് അപ്പോൾ നമുക്ക് കേടിക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഉണ്ട്, ചേട്ടന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഉണ്ട്, അപ്പൂസിനുള്ള ഗിഫ്റ്റും ഉണ്ട്. ഇത് അപ്പൂസിന്, അത് കാച്ചൂസിന്, അത് കേടിക്ക്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു സാധനം ഒരു സോഫ്റ്റായി ഉണ്ടായിരുന്നു. അത് നമ്മൾ കേതിക്കുട്ടന് കൊടുത്തു. പിന്നെ ഒരു സ്ലേറ്റ് ഉണ്ടായിരുന്നു, അത് ചേട്ടന് കൊടുത്തു. പിന്നെ ഇത് ഞാനും എടുത്തു. അപ്പോൾ ഞാൻ ഇതിൽ എന്തൊക്കെയുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ വേണ്ട ഇങ്ങനെ ഒരു യൂണിക്കോണിൻ്റെ പോലത്തെയാണ് ഇതിൽ കഴിക്കുന്നത്. കാശിച്ചേട്ടൻ ആദിച്ചേട്ടൻ്റെ വീഡിയോ കോൾ വിളിക്കുകയാണ്. അതേ ആ സൗണ്ടാണ് കേൾക്കുന്നത്. ഇവർ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ടൈ ഒക്കെ കൊടുത്ത് നല്ല അലങ്കരിച്ചാണ് വെച്ചിരിക്കുന്നത് കേട്ടോ.
പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് സാധാ കവറാണ്. പിന്നെ കണ്ടോ, ഇതാണ് നമ്മുടെ സാധനങ്ങൾ. നല്ല 2 ക്യൂട്ടായിട്ടുള്ള യൂണിക്കോൺ പെൻസിൽസ് ഉണ്ട്. പിന്നെ നല്ല സ്കെയിലാണ് തോന്നുന്നത്. ഇത് ഒരു സ്കെയിലും കൂടെ ഉണ്ട്. പിന്നെ നമ്മൾക്ക് കണ്ടിട്ട് എനിക്ക് നല്ല ഇറേസർ ആണെന്ന് തോന്നുന്നു. സോറി, നല്ല ഷാർപ്പനർ ആണെന്ന് തോന്നുന്നു. ആ ഷാർപ്പനർ പോലത്തെ ഒരു ഷാർപ്പനറാണ് ഇത്. വേണ്ട, ഈ ഷാർപ്പനർ ഉണ്ട്. പിന്നെ വേണ്ട നമ്മുടെ ഈ ഒരു സാധനം മീൻസ് നമ്മുടെ ഇറേസർ ഉണ്ട്. പിന്നെ ഇത് കുറച്ച് ക്രയോൺസ് ആണ്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ചോക്കായിരിക്കുന്നു. അപ്പം അമ്മ ചുമ്മാ പറയാണ്. ഇത് തുറക്കുമ്പോ ഇതില് ക്രയോൺ ആണ്. ഞാൻ വിചാരിച്ചു ചോക്കാണെന്ന്. ചുമ്മാ പറയാണ് ഫ്രണ്ട്സ്, ഒരു എന്റർടൈൻമെന്റിന് ചേട്ടൻ പറയുക. ഇല്ല, 6 കളേഴ്സ് ആണുള്ളത്. ചുമ്മാ തള്ളന്നൊക്കെ പറയുന്നുണ്ട് ചേട്ടൻ. ചേട്ടൻ മറ്റേ ചൂണ്ടയിടാൻ വേണ്ടി പോകണം. പിന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ ഈ ഒരു ബോക്സ് ഉണ്ട്. അത് ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ എന്തായാലും ഇതിന്റെ ബാക്കിൽ ടേബിൾ ഉണ്ട് കേട്ടോ. അത് പൊട്ടിപ്പോകാതെ പൊട്ടിയിരുന്നതാ. നല്ല ക്യൂട്ടായിട്ടുള്ളതാണ്. അപ്പൊ ഫ്രണ്ട് ഞാൻ സെറ്റ് ചെയ്യട്ടെ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ചോറൊക്കെ കഴിച്ച് നമ്മളെ കുറച്ച് സിനിമ കാണാന്ന് വിചാരിച്ചു.